UAE-യിൽ 2 വർഷം കഴിയാനുള്ള ഫ്രീ സോൺ വിസയും 1 വർഷത്തേക്കുള്ള ട്രേഡ് ലൈസൻസും 7500 ദർഹത്തിന് കൊടുക്കുന്ന ഒരു പദ്ധതി. ഈ UAE-യിലുള്ള 50ഓളം ഫ്രീ സോണുകളുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് താരതമ്യം ചെയ്ത ശേഷം 35 വർഷത്തെ പഴക്കമുള്ള അൽഹിന്ദ് ഇതാ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? അൽഹിന്ദിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് സമീപിക്കാം. UAE-യിലെ എല്ലാ ഫ്രീ സോണുകളെയും കുറിച്ച് പഠിച്ച് എല്ലായിടത്തെയും സർവീസുകൾ ഒരു ഏകജാലക സംവിധാനം പോലെ കൊണ്ടുവരുന്ന ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അൽഹിന്ദ് ബിസിനസ് സെൻറ്ററിൻ്റെ ഓഫീസിൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എഴുതി കാണിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും നമുക്ക് മാനേജ്മെൻറ്റിനോട്, മിസ്റ്റർ നൗഷാദിനോട്, ഡയറക്ടറോട് നേരിട്ട് ചോദിക്കാം. ഒപ്പം അർച്ചനയും ഉണ്ട്. 500 ദിർഹംസ് തന്നിട്ട് നമുക്ക് ഈ വിസ ബുക്ക് ചെയ്യാം. ഈ വർഷം 2026 ലാസ്റ്റ് വരെ നമ്മൾ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഈ റമദാൻ മാർച്ച് 30 റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ 500 ദിർഹംസ് ചെയ്ത് ബുക്ക് ചെയ്യുന്നു. 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ 2 വർഷത്തേക്കുള്ള വിസയും 1 വർഷത്തെ ലൈസൻസും. അപ്പോൾ എപ്പോഴാണ് അവർ ലൈസൻസ് എടുക്കുന്നത്, അതൊരു വർഷം കഴിഞ്ഞിട്ട് അവർ റിന്യൂവൽ ചെയ്യണം. അതിനൊരാൾക്ക് പെർ ഹെഡ് വരെ 4300 ദിർഹംസ് എക്സ്പെൻസ് വരും. 2ാമത്തെ വർഷം അവരൊരു വർഷം ഇവിടെ നിന്ന് വിസ അവർ റിന്യൂവൽ ചെയ്യണ്ട. അവർ 1 വർഷം ഇവിടെ അവരുടെ ഇതായ ബിസിനസ് ചെയ്യാനുള്ള നമ്മൾ ഒരുപാട് പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും കുറഞ്ഞ 3500 ദിർഹംസിന്, വെറും 3500 ദിർഹംസിന് ലൈസൻസ് ബിസിനസ് തുടങ്ങാനുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ കേട്ടിരുന്ന എല്ലാം കേട്ടിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ അവർക്ക് വേണോ 10 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള 10 ആക്ടിവിറ്റി, ഇനി ജനറൽ ട്രേഡിങ് വേണോ, പ്ലസ് 1200 അവർ എക്സ്ട്രാ ചെയ്താൽ മതി. പക്ഷേ വെറും 3500 ദിർഹംസിന് നമ്മൾ UAE-യിൽ ഇപ്പം ആളുകൾ പ്രവാസികൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പക്ഷേ GCC-യിൽ ഏറ്റവും കൂടുതൽ ഫ്രീ സോൺ വിസ, ലൈസൻസ്, ബിസിനസ് തുടങ്ങാന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നാൽ ഈ പരസ്യങ്ങളുടെ ചാകരയാണ്. അപ്പോൾ ആളുകൾ കൺഫ്യൂഷനാവും. പലരും പലരുടേതായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം, ഏത് ലൈസൻസ് എടുക്കണം, ഏത് ഫ്രീ സോൺ എടുക്കണം, അവരുടെ ബിസിനസ്സിന് മെയിൻലാൻഡാണോ ഉചിതം, അതല്ല ഫ്രീ സോണാണോ ഉചിതം, ഫ്രീ സോൺ ആണെങ്കിൽ തന്നെ അത് ഏതൊക്കെ ഫ്രീ സോണിൽ എത്രയും നല്ല പ്രൈസിന് നാളെ തലവേദനയാകാത്ത രീതിയിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആളുകളങ്ങ് എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും, ഇതാ 4000-ന് 3000-ന്. അടുത്ത വർഷം അവരിതും കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പുതുക്കുന്നത് കാര്യം പറയണം. നമ്മളെടുത്തുനിന്ന് കൺസൾട്ട് ചെയ്താൽ മതി. നമ്മളെടുത്തുനിന്ന് ഒരു സർവീസ് എടുക്കണ്ട. മുഴുവൻ പ്രവാസികളോടും പറയുകയാണ്, നമ്മൾ തന്നെ ചിലപ്പം ഈ പരസ്യങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷനാകി അത്ഭുതപ്പെടുകയും ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ചുരുളഴിഞ്ഞു വരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു, നിങ്ങൾ എവിടെ പോയിട്ട് ലൈസൻസും വിസ സർവീസ് എടുത്തോ, പക്ഷേ അവരോട് നിങ്ങൾ രേഖാമൂലം എഴുതി വാങ്ങേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ രേഖാമൂലം എഴുതി വാങ്ങിയാലും നിങ്ങൾ വിസ റിന്യൂവൽ ചെയ്യാനോ ലൈസൻസ് വിസയും ക്യാൻസൽ ചെയ്യാനോ ചെന്നാൽ ആ സ്ഥാപനം അവിടെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവരുടെ ഗുഡ് വില്ല് നോക്കണം. നമുക്കിപ്പം ആ സ്ഥാപനം അവിടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നാളെ ആ സ്ഥാപനത്തിൻ്റെ പേര് മാറുമോ, അല്ലെങ്കിൽ അടുത്ത ദിവസം ചെല്ലുമ്പോൾ അതിൻ്റെ മുതലാളി മാറുമോ, നിങ്ങളെടുത്തോരില്ല. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ എമിഗ്രേഷനിൽ കയറി ഇറങ്ങേണ്ട ഗതികേട് പാവപ്പെട്ട പ്രവാസികൾക്ക് വരാൻ പാടില്ല. അവരെങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരുക്കി വെച്ച പൈസ കൊണ്ട് എങ്ങനെങ്കിലും ജീവിതം ഒന്ന് പച്ച വെപ്പിക്കാൻ വേണ്ടി 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവർ UAE-യിൽ വന്നിട്ടൊരു വിസ എടുത്ത് ലൈസൻസ് എടുത്ത് അതുകൊണ്ടങ്ങ് വയന്ന് നാരായണക്കല്ലെടുത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കൃത്യമായ കൺസൾട്ടിങ് ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണോ സർവീസ് എടുക്കുന്നത് ആ സർവീസിൻ്റെ ആളുകളുടെ ഗുഡ് വില്ല് നിങ്ങൾ പരിശോധിക്കുക. പക്ഷെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങി വെക്കേണ്ട രേഖകളും എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അത് നേരിട്ട്, എല്ലാം ടെലിഫോണിലൂടെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നേരിട്ട് വന്നാൽ ഞങ്ങൾ ഉചിതമായ രീതിയിൽ പറഞ്ഞു തരും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും സമ്മർദ്ദം ചെലുത്തത്തില്ല. നിങ്ങൾക്ക് എവിടെയും പോയി എടുക്കാം, നേരിട്ടോ അല്ലാതെ. കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് നോർമലി ഫ്രീ സോൺ എടുക്കുമ്പോൾ. അത് നമ്മൾ അറിഞ്ഞെടുത്താൽ മാത്രം. ഇപ്പോൾ നൗഷക പറഞ്ഞ പോലെ കുറേ ആഡ് വരുന്നുണ്ട്, ഫ്രീ സോൺ ലൈസൻസ് 5000 ദിർഹംസ്, 4000 ദിർഹംസ്. പക്ഷേ നെക്സ്റ്റ് ഇയർ റിന്യൂവൽ എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഫ്രീ സോണിലെ മെയിൻ ഡിഫറൻറ്റ്. മെയിൻലാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻലാൻഡിൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിൻ്റെതായ വർത്തും ഉണ്ടാവും. ഫ്രീ സോൺ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിനെ പറ്റി അറിയാൻ, മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ഫ്രീ സോൺ ചൂസ് ചെയ്യാമെന്നേ ഞാൻ എപ്പോഴും പറയുള്ളൂ. അത്രയും ചീപ്പസ്റ്റ് ആണ് നമ്മൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ. അറിയാണ്ട് പോയി പെടുകയാണെങ്കിൽ അത് അത്രയും ഡേഞ്ചറുള്ള ഒരു സംഭവം കൂടിയാണ്. ഇപ്പോൾ 7500 ദിർഹത്തിന് കൊടുക്കുന്ന വിസ ഇത് വെച്ച് WPS വല്ല ഇടണമെന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഫ്രീ സോൺ ലേബറുമായിട്ട് കണക്റ്റഡേ അല്ല.
അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് സെക്ടറാണ്, അതിന് ലേബർ സിസ്റ്റം തന്നെ ഇല്ല. അപ്പോൾ ഈ WFSമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതിന് സാലറി സിസ്റ്റം നോർമലി നമ്മൾ ബാങ്ക് അക്കൗണ്ടിലിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക. ഫ്രീ സോണുകളുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രം പഠിക്കാത്തവർക്ക് ഭാവിയുമില്ല എന്ന് മഹാനായ ഷേഖ് സായിദ് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഭൂമിയിൽ ബിസിനസ് വിസ്മയമായി നിൽക്കുന്ന 500-ലധികം നമ്പർ 1 ടോപ്പ് റേറ്റഡ് കമ്പനികളുണ്ട്. അവരിൽ 100 കമ്പനികളുടെയെങ്കിലും ആസ്ഥാനം ഇപ്പോൾ ദുബായിലെ ജബലലി ഫ്രീ സോണിലുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. ഇതേ ജബലലി ഫ്രീ സോൺ 1985 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, 41 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആകെ മുന്നോട്ട് വന്നത് 19 കമ്പനികളാണ്. ഇന്നവിടെ 11,000-ലധികം കമ്പനികൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോവുകയും അന്ന് ആകെ 10-15 ജീവനക്കാർ മാത്രമായി ആരംഭിച്ച ജബലലി ഫ്രീ സോൺ ഇന്നിപ്പോൾ 1.25 ലക്ഷത്തോളം ജീവനക്കാരുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഫ്രീ സോണിൻ്റെ ശക്തി. അങ്ങനെയുള്ള 50 എണ്ണമാണ് അബുദാബി മുതൽ ഫുജേറ വരെ, റാസൽ ഖൈമ വരെ നീണ്ടു കിടക്കുന്ന ഈ UAE-യിലുള്ളത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ള വഴിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് അൽ ഹിന്ദ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതും ഞങ്ങൾ മനസ്സിലാക്കിയതും താരതമ്യം ചെയ്തപ്പോൾ തോന്നിയതും. വെറുതെ അല്ല ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ UAE-യുടെ ഫ്രീ സോൺ ഗേറ്റ് എന്ന് അൽ ഹിന്ദ് വെച്ചിരിക്കുന്നത് ഉപയോഗപ്പെടുത്തുക.